ദീദിയുടെ അടുത്ത് മാമു വാങ്ങിക്ക. മിക്കു ദീദിന് ഫുഡ് വാങ്ങി കഴിച്ച കഴിക്ക്. ദീദി ആ കൊടുത്ത വരുന്നു മിക്കു. മിക്കു മാമ വാങ്ങിച്ചു കഴിച്ച കഴിക്ക്. ഒരു വായി തരാൻ പറയും. ഒരു വായ കൊടുത്താ ഇനി ഒരു വായും കൂടി കൊടുക്ക. കുറച്ചു സമയം റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ. എനിക്ക് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനെ കുറിച്ച് ടിങ്കിളിനോട് അല്പം സംസാരിക്കാനുണ്ട്. അത് ശരി, അതിനെന്താ നീ റിലാക്സ് ആയി സംസാരിക്കല്ലോ. ഈ ചിക്കുവൃക്ഷം കുട്ടിയെ പോയല്ലോ. ഇതൊക്കെ എങ്ങനെയാ ചോറ് കഴിക്കടാ. എന്തോ ഗുരുമാരി പരിപാടി ഉണ്ടല്ലോ. ചോറ് തരാൻ പറഞ്ഞ പറയ്. ദീദി ദീദി കൊടുക്ക്. കുട്ടി വന്നിക്കണേ. അപ്പൊ എങ്ങനെ മോളോ ടിവിയില് നോക്കിയാല് അതിനെ കാണുക. നീ കൊടുക്ക് ദീദിയെ. ഇനിയിപ്പോ ഞാൻ ചിക്കുവിന്റെ ലോക്കർ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് അവന്റെ ആ ബാഗ് ഞാൻ പുറത്തെടുക്കും. പിന്നെ അവന്റെ ബാഗിൽ നിന്ന് കോസ്റ്റ്യൂം പുറത്തെടുക്കും. എന്നിട്ട് ഞാനത് കണ്ടുപിടിക്കും. അവൻ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ എന്റെ പ്ലാനൊക്കെ അവരെന്റെ ബാഗുകൾ തുറന്നു നോക്കിയാൽ ഇല്ല. ദീദി കൊടുക്ക് വന്നിക്കണതടി കുട്ടി. മോള് കൊടുക്ക്. ടിവി ഓഫ് ആക്കണ. ഓഫ് ആക്കണ. അല്ലെങ്കിൽ തന്നെ നിനക്ക് വാമ്പയറാകാൻ കോസ്റ്റ്യൂമിന്റെ ഒന്നും ആവശ്യമില്ലടാ. ഇതൊന്നും ഇല്ലാതെ തന്നെ നീ വാമ്പയറിനെ പോലെ തന്നെയുണ്ട് കേട്ടോ. കള്ള വണ്ടി. ചേടാ നീ ഇപ്പൊ വാമ്പയറിനെ പോലെ നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടല്ലോ. നീ നോക്കിക്കോ, ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ. മെസ്സി ചോറോട് നേരത്തെ ഞാൻ വച്ചിട്ടുള്ള നമുക്ക് കാണാം. സ്റ്റേജിൽ വെച്ച് കാണാം. ഏടാ ഞാൻ പ്രായത്തിലേറേതാ. സ്റ്റേജിൽ കയറിയാൽ വില്ലനാണ് ഞാൻ. എടാ കള്ള വണ്ടി, നീ കാരണം എന്റെ പല്ല് പൊട്ടിപ്പോയി. ഞാനും നിന്റെ പല്ല് പൊട്ടിയോടാ. മമ്മി, വണ്ടിയുടെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനുള്ള സ്പീച്ചൊക്കെ നിങ്ങൾ എഴുതി കഴിഞ്ഞോ? അവന്റെ സ്പീച്ച് സ്വന്തമായിട്ട് എഴുതിയത്. ഞാൻ ജസ്റ്റ് അവന്റെ ചെക്ക് ചെയ്യായിരുന്നു. അതിരിക്കട്ടെ, നീ എന്തിനാ അവന്റെ സ്പീച്ചിനെ കുറിച്ച് ചോദിക്കുന്നത്? അത് പിന്നെ വെറുതെ ചോദിച്ചതാ. നീ കൊടുക്കുമോളോ? ചോദിച്ചതാ മമ്മി. പക്ഷെ മോളോ കൊടുക്ക്. അവനക്ക് ചോറെടുക്കുമ്പോ അവൻ കഴിക്കണില്ലേ? നീ പറഞ്ഞത് വളരെ കറക്റ്റ് ഈ കാര്യത്തില്. കൊടുക്കുന്നാല് ഇവൻ എന്താ ഇത്രയും പഠിച്ചത് എഴുതിയതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കണ്ടുപിടിച്ചേ എന്ത് മനസ്സിലായിപ്പോ? ആ കള്ള വണ്ടി ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ കമ്മ്യൂണിറ്റി ഹെൽപ്പറല്ലേ ആകാൻ പോകുന്നത്. മെച്ചെടുത്തരാം. എനിക്ക് എന്താ പറ്റുന്നത്? ഇത് കേട്ടോ ചിക്കു, നീ ഇതിൽ വണ്ടിയോടെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നീ കൊടുക്ക് ദീദിയെ. മോളോ അപ്പൊ നീ കമ്മ്യൂണിറ്റി ഹെൽപ്പർ ആകാൻ പോവല്ലേ?
ബണ്ടി ഞാൻ വാമ്പയറാകുന്ന കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കാം. ഇനിയിപ്പൊ ഞാൻ വേറെ എന്തെങ്കിലും മാറ്റി ചെയ്യണം, എന്നാലേ അവനെ തോൽപ്പിക്കാൻ പറ്റൂ. അല്ല, ഞാനിപ്പോ വേറെ എന്ത് ക്യാരക്ടറാ ചെയ്യാ? എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്താൽ ട്രോഫി എനിക്ക് സ്വന്തമാക്കാൻ പറ്റും. ഇനിയിപ്പോ ഞാൻ ചെയ്യാൻ പോകുന്നത് അത് രഹസ്യമായിരിക്കും. വണ്ടിക്ക് ഒരിക്കലും കണ്ടുപിടിക്കാനാവില്ല. പക്ഷെ ഞാൻ ചെയ്യാൻ പോകുന്നത് അത് പഴയ രഹസ്യമാ. അത് സീക്രട്ടായിട്ട് തന്നെ ഉണ്ടാകും. ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന്റെ അടുത്ത മത്സരാർത്ഥിയാണ് റുക്കി. ഞാൻ നിങ്ങളോട് ന്യൂസ് പറയാൻ വേണ്ടി വന്നിരിക്കുക. ഞാനാണ് ഇന്നത്തെ ന്യൂസ് പേപ്പർ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഞാനാണ് ഇന്നത്തെ ന്യൂസ് പേപ്പർ. എന്നെ വായിക്കുന്നവരാണ്. ഞാനാണ് ഇന്നത്തെ ന്യൂസ് പേപ്പർ. നിങ്ങളെല്ലാവരും എന്നെ നിങ്ങളുടെ ഫ്രണ്ടാക്കി മാറ്റിക്കോളൂ. ഞാനാണ് ഇന്നത്തെ ന്യൂസ് പേപ്പർ.